ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറച്ചധികം ദിവസങ്ങളിലൊക്കെ എടുത്തിട്ടുള്ള വീഡിയോ ഒക്കെ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു കുഞ്ഞു വ്ളോഗുമായിട്ടാണ് കേട്ടോ. എല്ലാം ഒരു ദിവസം എടുത്തല്ല കേട്ടോ, പല പല ദിവസങ്ങളിലായിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നതൊക്കെ. അപ്പോൾ ഇതൊരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പം കണ്ടിട്ടുള്ള കാഴ്ചയാണ്. ഈ ഒരു പൂച്ചക്കുട്ടികൾ ഒരാഴ്ചത്തോളമൊക്കെ ആയി, ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്ന സമയത്തേക്ക് ഒരാഴ്ചത്തോളമൊക്കെ ആയിട്ട് പ്രസവിച്ചിട്ട്. പക്ഷേങ്കിൽ ഇവർ വീടിനുള്ളിൽ കോണിക്കൂട്ടിൽ തന്നെയായിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് പുറത്തേക്കൊന്ന് വന്നപ്പോൾ ഞാനൊന്ന് ക്യാമറയും കൊണ്ട് ഫോണും കൊണ്ട് ഇവരെ വയ്യേക്ക് ഇങ്ങനെ നടന്നതാണ് കേട്ടോ. അപ്പോൾ നല്ല രസമാണ് ഇവരെ കളിയൊക്കെ കാണാൻ വേണ്ടി. പിന്നെ ഞാൻ ഈ ഒരു വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്തേക്ക് ഇതിലൊരു പൂച്ചക്കുട്ടീനെ എന്തോ കടിച്ചിട്ട് അത് ചത്തു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും മോനെ എഴുന്നേറ്റ് പിന്നെ അവന് വേണ്ടിയിട്ടുള്ള ഭക്ഷണങ്ങൾ ചായയൊക്കെ കൊടുക്കലായി. പിന്നെ ഞാനിതിൽ ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊന്നും ഉൾക്കൊള്ളിക്കുന്നില്ല. പിന്നെ മോൾക്ക് വേണ്ടിയിട്ടുള്ള ബാഗ് കാര്യങ്ങൾ, അവളെ ബുക്ക് എടുത്തക്കൽ, പിന്നെ അവളെ കുളിപ്പിക്കൽ, ഡ്രസ്സ് മാറൽ, ആ ഒരു തിരക്കിലൊക്കെ ആയിപ്പോയി. ഇപ്പോൾ അവൾ ബാഗൊക്കെ എടുത്ത് റെഡിയായിട്ട് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ വീടിൻ്റെ മുന്നിലേക്ക് വാന് വരും, അപ്പോൾ അതിലാണ് പോവാറ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര മടിയാണ്, ഞാനിന്ന് പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ടാണ് എഴുന്നേൽക്കുക. പക്ഷേങ്കിൽ കുളിയും പല്ലുതേപ്പൊക്കെ കഴിഞ്ഞാൽ പിന്നെ ആൾ ഒന്ന് ഉഷാറാവും കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ രാവിലത്തെ കാര്യങ്ങൾ കൂടുതൽ ഇതിൽ ഉൾക്കൊള്ളിക്കുന്നില്ല. പിന്നെ ഞാൻ ഒരു സിമ്പിളായിട്ടുള്ള കറി ഇവിടെ കാണിക്കുന്നുണ്ട്. അതിന് വേണ്ടി ഞാനൊരു പാൻ സ്റ്റൗവിലോട്ട് വെച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1/4 സ്പൂൺ ഉലുവയും 1/4 സ്പൂൺ കടുകും ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന പച്ചക്കറികൾ എന്ന് പറയുന്നത് കുറച്ച് വെണ്ടക്ക എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മുരിങ്ങക്കായും കുറച്ച് എടുത്തിട്ടുണ്ട്, പിന്നെ 2 പച്ചമുളക് കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ. സ്റ്റൗവിൽ സൈഡിലായിട്ട് ഞാൻ കഞ്ഞിക്ക് അരിയിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കയ്യിലുള്ള പച്ചക്കറികൾ എന്തും തന്നെ ആയാലും ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. കയ്പക്കൊക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ് കേട്ടോ ഈ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് തന്നെ എടുക്കാൻ പറ്റുന്ന ഒരു കറിയും കൂടാണ് കേട്ടോ ഇത്. അപ്പോൾ ഞാൻ ഉലുവയും കടുകൊക്കെ പൊട്ടി വന്നതിന് ശേഷം വെണ്ടക്കയും മുരിങ്ങയ്ക്കയും ഒന്ന് അതിലിട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഒരുപാടൊന്നും വഴറ്റിയെടുക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ഇതിലേക്ക് 2 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവിനനുസരിച്ചിട്ട് ഞാനൊരു സ്പൂണിൽ കുറവായിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ ഒരു പച്ചക്കറി ഒന്ന് മുങ്ങി നിൽക്കാതൊക്കെ വിധത്തിലുള്ള വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം. വെന്ത് ഉടയുന്ന ആ ഒരു പരുവത്തിലാണ്ട, ഈ ഒരു പച്ചക്കറീൻ്റെ ആ ഒരു പച്ചച്ചൊവൊക്കെ മാറുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് നമ്മളെ കഞ്ഞി ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കറിയിലേക്കുള്ള തേങ്ങ ഞാനിവിടെ കുറച്ച് അരച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് കഞ്ഞിയിലേക്കുള്ളത് ഞാനിവിടെ മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ കറിയിലേക്കുള്ളതിലേക്ക് നമ്മൾ കുറച്ച് വലിയ ജീരകം, നമ്മളിവിടെ ഏത് കറി, ഇനി മീൻ കറി ആണെങ്കിലും പച്ചക്കറി ആണെങ്കിലൊക്കെ വലിയ ജീരകം ഇട്ടാട്ടോ തേങ്ങ അരയ്ക്കാറ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തേങ്ങ ഞാനിവിടെ അരച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോഴേക്ക് നമ്മുടെ മുരിങ്ങക്കായും വെണ്ടക്കായും ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. വെന്തുടഞ്ഞ് പോകാത്ത രീതിയിൽ വേണം വേവിച്ചെടുക്കാൻ. ഇനി നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ ഇതിലേക്ക് ഒഴിച്ചിട്ട് ഒന്ന് തിളപ്പിച്ചെടുത്തിട്ട് സ്റ്റൗവിൽ നിന്ന് മാറ്റി വെക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കറി ഉണ്ടാക്കിയെടുക്കാൻ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഈ ഒരു കറി നല്ല ടേസ്റ്റാണ് കഴിക്കാൻ വേണ്ടിയിട്ട്. നമ്മളെ കയ്യിൽ നമ്മൾ ഒരു ദിവസം മീൻ കറി അല്ലെങ്കിൽ മീനൊന്നും ഇല്ലെങ്കിലും ഈ ഒരു കറി തന്നെ കൂട്ടി കഴിക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റാണ്. പിന്നെ നമ്മളിന്ന് മീൻ കറി വെച്ചിട്ടുണ്ട്, മത്തിയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്, മത്തി മുളകിട്ടതാണ്. അപ്പം മീൻ കറിയും പച്ചക്കറിയും ആയിട്ടുണ്ട്. അപ്പം കഞ്ഞിയും ഏകദേശം ഒന്നും ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ പാല് മാത്രം ഒന്ന് എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് തിളച്ച് വരുമ്പോൾ ഇത് നമുക്ക് സ്റ്റോറിൽ നിന്ന് വാങ്ങി വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ ഉച്ചയ്ക്ക് വരെയുള്ള
ഭക്ഷണം കാര്യങ്ങളൊക്കെ ആയി ചോറൊക്കെ നേരത്തെ തന്നെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് ഈ ഒരു ദിവസം തന്നെ വൈകുന്നേരം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. വൈകുന്നേരം നമ്മൾ ചക്ക കുറച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു, അത് പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്കുള്ള അരപ്പൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഉച്ചക്കത്തെ കുറച്ച് ചോറും ഉണ്ട്. അതൊക്കെയാണ് നമ്മളെ ഇന്ന് രാത്രിയേക്കുള്ള ഭക്ഷണം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ഞാൻ എടുത്തിട്ടുള്ള വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒരു ദിവസം എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇതിപ്പോൾ അനിയൻ്റെ മിഠായിടലൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോയി അവിടുന്ന് അനിയന് വേണ്ടിയിട്ടുള്ള സ്വീറ്റ്സ് കാര്യങ്ങൾ, പിന്നെ നട്ട്സ്, ആംബർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അനിയത്തിമാരാട്ടോ പോകുന്നത്. അനിയത്തിമാരും പിന്നെ അനിയത്തിൻ്റെ ഹസ്ബൻഡും ഉണ്ട്. അവർ കാലിക്കറ്റ് പോയിട്ടാണ് ഇതൊക്കെ വാങ്ങിക്കുന്നത്, നട്ട്സ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. അതൊക്കെ നമ്മൾ മിഠായിയുടെ തലേന്നൊക്കെ വാങ്ങിച്ചാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തലേന്നേക്ക് വെച്ചതായിരുന്നു കേട്ടോ സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ പോയതാണ്. അപ്പോൾ അവരെടുത്തിട്ടുള്ള കുറച്ച് വീഡിയോസ് ഞാൻ ഇതിൽ ഉൾക്കൊള്ളിച്ചതാണ് കേട്ടോ. അപ്പോൾ അനിയത്തിമാരൊക്കെ സ്വീറ്റ്സ് കാര്യങ്ങളൊക്കെ വാങ്ങി വരുമ്പോഴേക്ക് നന്നായിട്ട് തന്നെ വൈകിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവരെ ഒന്ന് ഫ്രഷ് ആയതിന് ശേഷം ഒരു 8-8:30 9 മണിയൊക്കെ ആവുന്ന സമയത്ത് ഞങ്ങൾ ഈ ആംബർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നിന്ന്. അപ്പോൾ ഞാനും കൂടെ അവരെ കൂടെ ജോയിൻ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ മക്കൾക്കുള്ള ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്ത് പിന്നെ അവരൊന്ന് ഫ്രഷ് ആക്കി ഉറക്കിയതിന് ശേഷമൊക്കെയാണ് ഇതിലേക്ക് ജോയിൻ ചെയ്തത്. അപ്പം ഡ്രസ്സ് പിന്നെ നട്ട്സ് സ്വീറ്റ്സ് ഇതൊക്കെ വേറെ വേറെ തന്നെ ഹാമ്പറിലാക്കിയിട്ട് നമുക്ക് സെറ്റ് ചെയ്യണമല്ലോ. അപ്പോൾ ഞങ്ങൾ എല്ലാം തന്നെ നല്ല രീതിക്ക് തന്നെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, അൽഹംദുലില്ലാ. അപ്പോൾ എല്ലാം നല്ല രീതിക്ക് തന്നെ ചെയ്തു. പിന്നെ ഒരു 1:30 2 മണിയൊക്കെ ആവാനായി കേട്ടോ എല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്ക് തന്നെ. പിന്നെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു ദിവസം കിടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് പിറ്റേ ദിവസം കേട്ടോ. പിറ്റേ ദിവസം രാവിലെ തന്നെ അനിയത്തിമാരെല്ലാവരും പിന്നെ ഞാനും കൂടെ മൈലാഞ്ചി ഇടുകയാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ ചുവക്കുന്ന മൈലാഞ്ചിയും കൂടി രാവിലെ ഇട്ടാൽ മതി എന്ന് വിചാരിച്ചു അങ്ങനെ മൈലാഞ്ചി ഇടുകയാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് പത്തിരിയും ബീഫ് കറിയാണ്, പിന്നെ പാൽ ചായയും കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ കുറച്ച് പേര് ചായ കുടിക്കുന്നുണ്ട്, പിന്നെ കുറച്ച് പേര് മൈലാഞ്ചി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഈ ഒരു ദിവസങ്ങളിലുള്ള വിശേഷങ്ങൾ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും ഫ്രണ്ട്സും ഫാമിലിയൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയും വ്ലോഗുമായിട്ടൊക്കെ വരുന്നത് വരേക്കും ബൈ, താങ്ക് യു.